നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സഹോദരി ഭാഗ്യ സുരേഷിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നതുകൊണ്ട് തന്നെ തന്റെ ഉത്തരവാദിത്തങ്ങൾ കൂടുതലാണെന്ന് സുരേഷ് ഗോപിയുടെ മകനും നടനുമായ ഗോകുൽ സുരേഷ് അറിയിച്ചിരിക്കുകയാണ്. അച്ഛന് ഒരുപാട് സമ്മർദ്ദം കൊടുക്കാതെ ഞാനും എന്റെ സുഹൃത്തുക്കളും ചേർന്നാണ് കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നതെന്നും പറഞ്ഞ ഗോകുൽ സംസ്ഥാന സർക്കാർ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണെന്നും ആരോപിച്ചു. മനുഷ്യത്വമില്ലാത്ത കാര്യങ്ങളാണ് അവർ ചെയ്യുന്നതെന്നും ഗോകുൽ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. ഗോകുൽ സുരേഷിന്റെ വാക്കുകളിലേക്ക്. ഭാഗ്യയുടെ വിവാഹത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നത് വലിയ കാര്യമാണ്. അദ്ദേഹത്തിന്റെ സുരക്ഷ സർക്കാർ നോക്കിക്കൊള്ളും. പക്ഷേ മറ്റു പല കാര്യങ്ങൾക്കുമായി സംസ്ഥാന സർക്കാർ ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി വരുന്നത് കൊണ്ട് ഒരുപാട് സജ്ജീകരണങ്ങൾ വേണം. കേരള പോലീസും മറ്റു ഉദ്യോഗസ്ഥരും ഞങ്ങളോട് വലിയ ഡിമാൻഡുകളാണ് വെക്കുന്നത്. 2 മണിക്കൂറിന്റെ ഗ്യാപ്പിൽ 600 ബാരിക്കേഡ് വേണമെന്ന് വിളിച്ചു പറയുന്നു. അത് സംഘടിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടി. ഇവന്റ് മാനേജ്മെന്റ് ടീം അത് ചെയ്യും. എന്നാൽ അവസാന നിമിഷം ഇങ്ങനെ കുറെ ഡിമാൻഡ് വെക്കുന്നത് അവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. മനുഷ്യത്വമില്ലാത്ത കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ എത്രയോ കിലോമീറ്റർ തുണി കൊണ്ട് മറച്ചിരിക്കുകയാണ്. ഇപ്പോൾ അതിന്റെ 3 ഇരട്ടി കൂടി കവർ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. മറ്റുള്ളവർ പുറത്തുനിന്ന് കാണുന്ന ചിരിയും സന്തോഷവും മാത്രമല്ല, ഞങ്ങളുടെ ടെൻഷനും വളരെ വലുതാണ്. പ്രധാനമന്ത്രിയെ കൂടാതെ ലാലേട്ടൻ, മമ്മൂക്ക എല്ലാവരും വിവാഹത്തിന് എത്തുന്നുണ്ട്. അച്ഛന്റെയും അമ്മയുടെയും കുടുംബത്തിലെ മുതിർന്നവരും ഒരുപാടുണ്ട്. അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാകാതെ വേദിയിൽ എത്തിക്കണം. ഇപ്പോൾ ഇതൊക്കെയാണ് മനസ്സിൽ ഓടിയെത്തുന്നത്. അച്ഛനും അമ്മയും അനിയത്തിമാരും ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞു. അവരെ യാത്രയാക്കിയതിനു ശേഷമാണ് ഞാനും സുഹൃത്തുക്കളും ഗുരുവായൂരിലേക്ക് എത്തിയത്, ഗോകുൽ സുരേഷ് പറഞ്ഞു. കൂടാതെ പല വിവാദങ്ങളും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതൊന്നും ആരും മൈൻഡ് ചെയ്യരുതെന്നും ഗോകുൽ സുരേഷ് പറഞ്ഞു വെക്കുന്നുണ്ട്. മലയാളികളെ എല്ലാവരും ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരാണ്. എല്ലാവരെയും കല്യാണത്തിൽ വിളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും അത് നടക്കുന്ന കാര്യമല്ല. പ്രേക്ഷകരിൽ തന്നെ നമുക്ക് കൂടുതൽ വേണ്ടപ്പെട്ടവർ ആയിട്ടുള്ളവരുണ്ട്. എല്ലാവരെയും വിളിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനെല്ലാവരും പൊറുക്കണം. എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങളോടൊപ്പം ഉണ്ടാകണം. സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന തലക്കെട്ടുകൾ കണ്ടിട്ട് തെറ്റിദ്ധരിച്ച് എന്തെങ്കിലും കമന്റുകളൊക്കെ വിളിച്ചു പറയാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് കൂടി ഞാൻ പറയുകയാണ്. പ്രബുദ്ധരായ മലയാളി സുഹൃത്തുക്കൾ ഒരു കാര്യം കേൾക്കുമ്പോൾ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി പ്രതികരിക്കാൻ ശ്രമിക്കുക. ഞങ്ങൾ ചീത്ത പറയിച്ചേ അടങ്ങൂ എന്ന രീതിയിലാണ് മീഡിയ തലക്കെട്ടുകൾ ഇടുന്നത്. അത് അവരുടെ മാർക്കറ്റിംഗ് ആയിരിക്കാം. പക്ഷെ അങ്ങനെ വിവരക്കേട് കാണിക്കുന്നവരോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും എല്ലാവരും എന്റെ അനുജത്തിയുടെ വിവാഹം ഭംഗിയായി നടക്കാൻ പ്രാർത്ഥിക്കണം. എല്ലാവരുടെയും അനുഗ്രഹം വധൂവരന്മാരോടൊപ്പം ഉണ്ടാകണമെന്നും അഭ്യർത്ഥിക്കുന്നുവെന്നും ഗോകുൽ സുരേഷ് പറഞ്ഞു. നാളെയാണ് വിവാഹം ഗുരുവായൂരിൽ വെച്ച് നടക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ പ്രധാനമന്ത്രി എത്തുന്നു എന്നുള്ളതാണ്. പ്രധാനമന്ത്രി ഒരു പൗരന്റെ മകളുടെ കല്യാണത്തിൽ പങ്കെടുക്കുന്നത് കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും. ഒരുപക്ഷെ നമ്മുടെ രാജ്യത്ത് പോലും അധികം കേട്ടുകേൾവില്ലാത്ത സംഭവമായിരിക്കും.